ഭയങ്കര കളറ്. അതിന്റെ ഇപ്പൊ കളർ കൂടിപ്പോയതാ പ്രശ്നം. ഇത്ര നേരം കളറില്ല. ഹലോ ഗായ്സ്, വിശ്വസിക്കുന്നു എന്തോന്ന് സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖാണോന്ന് വിശ്വസിക്കുന്നു. ഒരാഴ്ച ഞാൻ വ്ളോഗ് ഒക്കെ പോസ്റ്റ് ആക്കിയിട്ട്. അപ്പൊ നമ്മള് കൊറേ എന്താ പറയാ ആവശ്യമില്ലാത്ത വ്ളോഗൊന്നും കുത്തിക്കേട്ടണ്ട പറഞ്ഞിട്ടാണ് വ്ളോഗൊന്നും പോസ്റ്റ് ആക്കാത്തത്. ഇന്നത്തെ വ്ളോഗ് ഒട്ടും ആവശ്യമില്ലാത്ത വ്ളോഗാണ്. ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ എടുക്കണോന്നുള്ള നിർബന്ധം കൊണ്ട് എന്നെ കുറച്ച് ആൾക്കാർക്കൊന്നും അറിയത്തുണ്ടാവില്ല. പക്ഷെ ഫൗസിയനെ അറിയാത്ത കേരളക്കാർ അല്ല, എന്നെ ഒരു പച്ചയായ മനുഷ്യന്മാർക്കൊന്നും അറിയില്ല. കേരളക്കാരെ കണ്ട വലിയ വാനമ്പാടിയാണ് ഫൗസിയ. ഇപ്പൊ താഴെ കമന്റ് ആറത്. അപ്പൊ ഞാൻ ഇന്ന് ഉള്ളത് ഖത്തറിലെ സെലിബ്രിറ്റിയുടെ കൂടെയാണ്. ഖത്തർ സെലിബ്രിറ്റി ഫൗസിയ. നമ്മളൊരു ഷോർട്സില് ഫൗസിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടിട്ട് ഭയങ്കര വൈറലായി പോയി. അപ്പൊ ഇപ്പൊ പലരും ചോദിക്കുന്നത് ഫൗസിയുടെ അക്കൗണ്ടാണോ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ആരെ കണ്ട് ഞെട്ടിന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ടാണ് ഇവള് ഞെട്ടിയത്. അപ്പൊ ഞാൻ ഖത്തറിൽ പോയിട്ട് ഇവള് എന്നെ കണ്ട് ഞെട്ടി. ഇപ്പൊ ഇവള് ദുബായിലുണ്ട്. ഇപ്പൊ ഞാൻ ഞെട്ടി, നീ തന്നെ ഞെട്ടി. ഓക്കെ. സോ ഫൗസി ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി. ഫൗസി എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. എനിക്കിവിടുന്ന് പരിപ്പുടയും ചായ മേടിച്ചു തരാന്ന് പറഞ്ഞു. ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ട്രീറ്റ് ആണ് ഞാൻ ഫൗസി കൂടെ ഉണ്ടല്ലേ. അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചായന്റെ ഒപ്പം വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ചെറിയ ട്രീറ്റ് ഒന്നുമില്ല, അത്യാവശ്യം വലുതായതുകൊണ്ട്. ഫൗസി പിന്നെ ഈ കടൽക്കരയിൽ ജീവിക്കുന്ന കുട്ടിയാണ്. പുച്ചേ ഒന്ന് നോക്കൂ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്, ഐ മീൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്ന് ഞാൻ ആഴ്ച 2 വട്ടം കഴിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയി വന്നിട്ട് ഡയറ്റിലാണ് ഞാൻ. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് സ്പെഷ്യലായിട്ട് ഫൗസിക്ക് ട്രീറ്റ് കൊടുക്കാൻ പോണെന്നുള്ളത് വഴിയെ കാണാം. അപ്പോൾ പോലെ കഴിക്കാം. ഞാൻ എൻ്റെ നോർമൽ വീഡിയോ എടുത്ത് വെച്ചേക്കട്ടെ. വ്ളോഗ് അല്ല, ഇത് ഷോർട്ട്. ഇത് അവിടെ പോയാലേ കാണുള്ളൂ. അയ്യോ, ഖത്തറില് മീനേ ഉള്ളു. കുറച്ചിങ്ങോട്ട് മീൻകാരി ഫൗസി സെലക്ട് ആക്കിയോ? ആണല്ലേ. നമ്മള് ഇന്ന് ഫിഷാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫിഷ് ഇവിടെ സെലക്ട് ആക്കാൻ പറ്റും. ഇത് ഓൾറെഡി നമുക്ക് മുന്നേ വന്ന ആൾക്കാർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണാം, കണ്ടു പോകാം. ഈ മീൻകുട്ടത്തിലൊരു തവള. അവിടെ ഇവിടുന്ന് ഇവിടെ ഷോർട്ട്. ഏത് വൈറലാവും നമുക്ക് നോക്കാം. അയ്യോ, നീണ്ട ഇടവേളക്ക് അത് കുഴപ്പമില്ല, ഇത് ഫുള്ള് കിട്ടും. അത് നമ്മൾ എടുക്കുമല്ലോ. ഞങ്ങൾ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഗംഭീരമായിട്ടുള്ള സാധനം ടേബിളിൽ എത്തിയിരിക്കും. അതെ, നമ്മൾ കടലിൽ കായലിൽ പോയി തപ്പി തുടങ്ങിക്കൊണ്ട്. അല്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതെന്താ പുതിയൊരു ഗെറ്റപ്പിലും സെറ്റപ്പിലും ഒക്കെ. ഇത്രയും വലിയ ട്രീറ്റ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ചായ വീഡിയോ പ്രതീക്ഷിച്ചു. ഇത് വല്ലാത്ത ട്രീറ്റ് ആയി പോയിട്ടോ. അതെ, ഇത് കണ്ടപ്പോ തന്നെ ഫൗസിക്ക് വയറ് നിറഞ്ഞിരുന്നു. നീ വെളിയിൽ നിൽക്കാൻ കഴിച്ചിട്ട് വരാം. എങ്ങനെ ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്നു. നമ്മള് ഗംഭീരം അവർക്ക് എന്താ സാധനം ഇങ്ങനെ വെച്ചതാണ് ഞങ്ങള്. ഇതിങ്ങനെ പിടിച്ചേ. ഞാൻ പറയുമ്പോ താഴോട്ട് ഇങ്ങനെ ക്യാമറമാൻ താഴോട്ട് നമുക്ക് കുഞ്ഞിരിക്കാം. ഇതിനിപ്പോ കടലിലുള്ള ഫുള്ള് മീൻ ഇതിനകത്തുണ്ടല്ലോ ഈ പ്ലേറ്റില്. ഗൈസ്, അണ്ടാവില് മീനുകൾ. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാൻഡ് ട്രീറ്റ്. ഇതാണ് ഗ്രാൻഡ് ട്രീറ്റ്. കഴിച്ചോളൂ. രണ്ടിന്റെ ഭാഗങ്ങൾ ഞാൻ തിന്നാൻ പോണം. ഞാൻ കൊതിച്ചിരിക്കാൻ വേണ്ടി നോക്കിയിട്ട് തുടങ്ങാം. നീ കഴിക്കുമ്പത്തേ നിനക്കാണ് ട്രീറ്റ്. ഇതിലൊന്നും ഇല്ലാത്ത, ഇതിലെല്ലാം ഉണ്ട്. കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. സൈഡിൽ വെക്കാം. ഇവിടെ ഓൾറെഡി 2 എണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ട്. അയ്യോ, അതാണല്ലേ ഇത്. ഓക്കെ, റെസ്റ്റ് ഇൻ പീസ്.
അനി കഴിച്ചോളൂ കഴിച്ചോളൂ എടുത്തോളൂ അറ്റാക്ക് കഴിച്ചു തുടങ്ങാം. ഇതൊക്കെ ഇവരെ കാര എവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. മീൻ നല്ല ടേസ്റ്റ് കേട്ടോ. ആണല്ലേ, ഞാൻ അവസാനം ചോദിക്കാടാ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഇവിടെ ഞാൻ ഒരാളടുത്ത് മ്യൂട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് ഫുൾ മ്യൂട്ടായിപ്പോയി. നമുക്ക് സ്പൂണിട്ട് യൂസ് ചെയ്താലോ? അതിനിങ്ങനെ ഉപയോഗമുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അവര് ചെയ്ത് തരണം. കിട്ടും അങ്ങനെ തന്നെയല്ലേ? ഇതുണ്ടോ ബാക്ക് അപ്പുറത്ത് ഉള്ള 2 ഫിഷേ ഉള്ള ഒരു സൈഡ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രീ ആയിട്ട് വരാം. ഞങ്ങളെ കഴിപ്പുണ്ട് നിങ്ങൾ കണ്ടു വെക്കരുത്. ഞാൻ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് കഴിക്കാറുള്ളൂ. ക്യാമറ നോക്കി എനിക്ക് നല്ലോണം സ്റ്റാൻഡേർഡിൻ്റെ അല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമല്ലോ, ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറവിൽ നമ്മൾ കഴിക്കുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് വാരി വിളിച്ച് കഴിക്കാം. എനിക്കിപ്പോഴും ആ ഒരു സംഭവത്തിനോട് പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇങ്ങനെ പോയാൽ ഈ വ്ളോഗ് എടുക്കും. സോ ഗൈസ്, കടലിൽ ആനയുണ്ട് കുതിരയുണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ മറന്നുപോയി. പ്രോൺസ് കരിഞ്ഞു പോയി, നല്ല നോക്കി എല്ലാം കരിഞ്ഞിട്ടായിരിക്കും. ഗ്രില്ലാക്കിയത് പിന്നെ കരിഞ്ഞല്ലേ വരുള്ളൂ. അല്ല, ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്. ഫിഷ് തൂക്കാൻ പറ്റുന്നില്ല, പൊളിഞ്ഞു വീണ്. അതെ, പിന്നെ അതും ചെറുതായിട്ട് കലമാരി, പിന്നെന്താ കല്ലുമ്മക്കായ ആൻഡ് കാലൊടിഞ്ഞ ഇതിന്റെ പേര് പറഞ്ഞല്ലോ. മിണ്ടത്തില്ല, ആവശ്യത്തിന് ചോദിച്ചാൽ മിണ്ടത്തില്ലല്ലേ. ഞാൻ ഊമയാണെന്നൊക്കെ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇതാണ്ട് ഈ ഒരു സാധനം ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഉരുളക്കിഴങ്ങ്, അതുപോലെ കുക്കുംബർ കട്ട് ചെയ്തത്. പിന്നെ തക്കാളി ഫേമസ് ഹിയർ. ഇതിനൊക്കെ ചേർത്തിട്ടായിരിക്കില്ലേ പൈസ വാങ്ങിക്കുന്നവര്. ഇതിന്റെ ഏകദേശം ഇതിന് പുറകിൽ കുറച്ച് നമുക്ക് കഴിക്കാൻ തോലോലും ഇല്ല, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മതി കഴിച്ച്, ഇത്രേ ഉള്ളൂ. അതെ, വായ കിളകി വന്നിട്ടുണ്ട്. ഇനി കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കാണിക്കാം. നമ്മൾ കഴിക്കൂലേ മുഴുവനും? ഇന്ന് കഴിക്കൂലേടാ? പിന്നെ നല്ല പ്രതീക്ഷയുണ്ട്. പ്രോൺസ് മാത്രം കഴിക്കും. ഇത് മോനെ രക്ഷയില്ല. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇതാണ്. നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ആ പ്ലേറ്റിലുള്ള സാധനമൊക്കെ തീർത്താ? അയ്യോ, ഇതപ്പം തീർന്ന്. ഇതേ വീഡിയോ എടുത്തോണ്ടിരിക്കില്ലായിരുന്നോ? അത് ഓൾറെഡി പൊളിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതെന്തോ ഇത് ഇങ്ങനെ? ഇതിപ്പോ എന്താ അഴുകിപ്പോയോ? വെള്ളമായല്ലോ ഫുള്ള്. ഇത് ഇങ്ങനെയല്ലല്ലോ വരാൻ. ഇങ്ങനെയൊന്നും അല്ലടാ. ടേസ്റ്റ് ഒരു ലക്ഷ്യമില്ല കേട്ടോ, എന്തൊക്കെ പറഞ്ഞാൽ. നീ ഇങ്ങനെയാണോ കഴിച്ചേ? ഞാനൊരു ആർക്കുള്ള ട്രീറ്റാ? അയ്യോ, എന്നെ അല്ലടാ കാണിക്കേണ്ട, നിന്നെ ആയിരുന്നു. എടാ അങ്ങനെ നല്ലടാ. അത് ക്രാബ് അല്ലല്ലോ, അത് പ്രോൺസ്. ശരിയാണല്ലേ, ക്രാബ്. നീ മോഹബലി ഞാൻ കഴിച്ചിട്ട് ബാക്കി കഴിച്ചോ. എപ്പിടാ കുട്ടാ? நல்லா இருக்குடி, சூப்பரா இருக்கு. ആദ്യമായിട്ട് പറഞ്ഞത് പറ. നേരത്തെ കഴിച്ചപ്പോ എന്താ പറഞ്ഞു? എന്ത്? കുറച്ച് മുന്നേ കഴിച്ചില്ലേ, അപ്പൊ പറഞ്ഞത് പറ. சூப்பர் இடி, அதுதானே சொன்னேன். எவ்வளோ டைம் சொல்லணும்? ആദ്യം കഴിക്ക്. ഏതന്നെ കടിച്ച് പറിച്ചൊക്കെ കഴിക്കുക അങ്ങോട്ട്. ഇവിടെ അത് വേണ്ട. ഓ, കുറച്ചു മുന്നേ എന്തൊക്കെയായിരുന്നു. ഫാൻസുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. എനിക്ക് ഹൈഡ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടം അല്ലേ.
ഗൈസ് നമ്മള് 4 ആൾക്കാർ വന്നിട്ട് ഈ ചട്ടി തീർക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫുഡിന്റെ ടേസ്റ്റ് കാരണം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോകണമെന്നില്ല, പാർസലാക്കുവാണ്. ദാരിദ്ര്യം. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടെന്നെങ്കിലും പറയാം. ആക്ച്വലി ഞാൻ പ്ലേറ്റിലല്ല കഴിച്ചത്, ക്രാബ് മാത്രമാണ് കഴിച്ചത്. ഞാൻ ഇവിടെ നിന്ന് തോണ്ടിയത്. ഇത് എന്റെ ഏരിയ, ഇവിടെയാണ് ഞാൻ കുഴിച്ച സ്ഥലം. ഇത് ഞാൻ കുഴിച്ച സ്ഥലം. അതെ. ബാക്കിയൊക്കെ കണ്ടില്ലേ, ഇവർക്ക് നല്ല ഭീഷണി. ഇതെന്താ ഹാപ്പി എൻഡിങ്? സോ ഗൈസ്, ഞങ്ങള് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇതിനിടയിൽ ഒരു സങ്കടമുള്ളൊരു കാര്യം, എനിക്ക് സങ്കടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാങ്ങിച്ച റിങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 1 വർഷമായിട്ട് എൻ്റെ കൈ കിടക്കുന്നുണ്ട്. എൻ്റെ പല വീഡിയോസും ഷോർട്സിലും ഒക്കെ ഈ ഒരു റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഈ റിങ് പൊട്ടി. ഇവിടെ വന്നിട്ട് പൊട്ടിയതാ. ഭയങ്കര സെഡായിപ്പോയി. ഞാനിത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ട് എനിക്കിത് ഈ ഒരു സൂഫി റിങ് കുറച്ച് ട്രെൻഡായിരുന്ന ടൈമില്ലേ, അന്നേരം ഞാൻ കുറേ ആഗ്രഹിച്ച് നടന്ന് വലഞ്ഞ് അവസാനം ഫൈൻഡ് ഔട്ട് ചെയ്ത സാധനമാണ്. അപ്പം പൊട്ടിപ്പോയി ഗൈസ്. ദെൻ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചൊന്ന് കോർണിഷ് ഏരിയയിൽ പോകുന്നുണ്ട്. ഇപ്പം കറന്റ് ഉള്ളത് ഷാർജയിലാണ്. ഷാർജയിൽ തബക്കൽ ഇജാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് കണക്ക് ഇവിടുത്തെ അല്ല, എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം ഫൗസിക്ക് ഇഷ്ടമായില്ലേ? ഇങ്ങോട്ട് വന്ന് പറ. നല്ല അടിപൊളി ഫുഡ്, നല്ല എന്താ പറയാ, നമ്മളെ ഖത്തർ കിട്ടുന്ന മീൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങള് ഒരു വ്ളോഗ് ഞാൻ വ്ളോഗല്ല ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇതുപോലെ മീനൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് സെലക്ട് ആക്കിയിട്ടൊക്കെ ഒരു സീ ഫുഡ് കഴിച്ചത്. അവിടെ കഴിച്ചപ്പോഴും എനിക്ക് ഞാൻ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ ദുബായിലും ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ഇതുപോലെ. അപ്പം എന്തോ ലക്കിലി അവള് വന്നു, എനിക്ക് ഇവിടെ കൊണ്ടുവരേണ്ടി തോന്നി. അപ്പം അത് കഴിപ്പിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം. പിന്നെ ഇഷ്ടപ്പെട്ടല്ലോ, ഒരാൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം വേറൊരാൾക്ക് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇവര് നല്ല ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നത്. എപ്പോഴും എനിക്കൊരു 3-4 വർഷമായിട്ട് ഞാൻ ഇവിടെ വേറെ ബ്രാഞ്ചിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കുറച്ച് സ്പേഷ്യസ് ആയതുകൊണ്ടാണ് ഞങ്ങളോട്. അത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, എപ്പോഴും ഭയങ്കര ആൾക്കൂട്ടം ബഹളമൊക്കെയാണ്. ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷാർജയിൽ റോള. അപ്പോൾ ഈ വഴിക്ക് വരുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാം, കഴിച്ചു നോക്കാം. ഞങ്ങൾ പറയുന്നത് തള്ളാണോ ഇനി സീരിയസ് ആയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞതാണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് എങ്ങോട്ട് പോകാം? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ നിങ്ങൾ ഷോപ്പിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടേ. ആൻഡ് ഇല്ല, നമുക്ക് ആലോചിച്ചിട്ട് ഞങ്ങള് വഴി പറയാം. അവസാനം നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആവാൻ, കഴിച്ചതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടി ഡെയിലി ജന നടക്കാറുണ്ട്, ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഇല്ല, നമ്മള് ദുബായ്ക്കാരാണ്. നമ്മളിപ്പോ ഷാർജയിലെ റോളയിലാണ്. റോളയിലുള്ള ഈ സ്ഥലത്ത് വരുന്ന എന്തായിരുന്നു പറഞ്ഞത്? കോർണിഷ് സ്ട്രീറ്റ്. ഇവിടെ ആക്ച്വലി ഖത്തറിലുണ്ടൊരു കോർണിഷ്, ഒരേ ഒരു നിങ്ങളെ ഖത്തർ, എക്സ്ക്യൂസ് മീ, ഖത്തറിലെ കോർണിഷ് എന്ന് പറയുമ്പോൾ നിറച്ച് ബിൽഡിങ്സ് ആണ്. ഞങ്ങൾ കോർണിഷിൽ നിറച്ചും ബോട്ട്സ് ആണ്. ഇവിടെ ഫുള്ളും ബോട്ടാണ്, ഫെറി. അല്ല ഗൈസ്, ആകെ 2 ബോട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി ബോട്ടൊക്കെ അപ്പുറത്തെ സ്ഥലത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. ഇല്ലല്ല, ഞങ്ങൾ ഇത് കണ്ടിട്ട് ഇറങ്ങിയതാണേ. കുറെ ആയി ഞാനിങ്ങനെ കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമായി പോകും. പക്ഷെ ഈ ഒരു സാധനം കണ്ടപ്പോൾ കുറെ കാലത്ത് ആഗ്രഹം, ഈ വഴി കൂടെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, കുറെ ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മളെ ഖത്തറിലെ ഫൗസി വേണ്ടി വന്നു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി. അതെ ഞാൻ വരേണ്ടി വന്നു. ഇവിടെ ഇവിടുത്തെ സ്ഥലമൊക്കെ മുക്കും മൂലം കണ്ടുപിടിക്കാൻ. ഞാൻ ചോദിച്ചു ഇവിടുത്തെ നല്ല സ്ഥലങ്ങൾ ഏതാണ്, അപ്പൊ ഇതാണ് കൊണ്ട് കാണിച്ചത്. അതെ, 2 കപ്പല് നാളെ പോണവൾക്ക് ഞാൻ എന്തോ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ ഒരു ക്രൂസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗോൾഡിൽ പൊരിച്ച് കണക്ക് നിൽക്കുന്നു ഇവിടുത്തെ ലൈറ്റിങ് കാരണം. ഞങ്ങൾ ദുബായിലെ ലൈറ്റൊക്കെ ഭയങ്കര പളപളന്നുള്ള ലൈറ്റാണ്. ഇവിടുത്തെ ലൈറ്റ് കുറച്ച് ഗോൾഡിഷ് ആണ്. അതുകൊണ്ട് മുഖം കണ്ട് വെട്ടിത്തിളങ്ങുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് ഫിൽറ്റർ ഒന്നും ഇടണ്ട. അതെ, ഇതിൽ ഫിൽറ്റർ ഇട്ടിട്ടില്ല, സത്യം. കുറച്ച് മുന്നേ ഉള്ള നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു സെഗ്മെന്റ് മുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ ഫിൽറ്റർ ഇട്ടിട്ടില്ല. ശരിക്കും ഈ ലൈറ്റിൽ നിന്ന് ഒന്ന് ഇളക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഇളകാൻ പറ്റുമോ? സീരിയസ്ലി നമ്മൾ വീട്ടിൽ മൊത്തം ഇങ്ങനത്തെ ലൈറ്റ് യൂസ് ചെയ്യാം, അതാകുമ്പോ നമുക്ക് ഫിൽറ്റർ ഇടേണ്ട കാര്യമില്ല. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഫ്രം ഷാർജ. അതെ, ഇനി നമുക്ക് നടക്കണ്ട. നമ്മൾ വന്ന ഉദ്ദേശം എന്തായാലും നടക്കട്ടെ, നടക്കാനാ വന്നത്. എങ്ങോട്ടാ നടക്കണ്ടേ? അങ്ങോട്ടാണോ? അപ്പൊ തിരികണ്ടത്? അത് അങ്ങോട്ട് തിരികെ കയറ്റി
അങ്ങനെ നമ്മള് തിരിയണോ? അവിടെ ലൈറ്റ് ഇല്ല. അയ്യോ അതാണ് ഞങ്ങൾ ലൈറ്റ് വരുന്നത് ഇവിടെയാണ്, അപ്പൊ ഇങ്ങോട്ട് നടക്കാം. പ്രത്യേകിച്ച് അങ്ങോട്ട് നടന്നിട്ടല്ലേ കാര്യം. ബോട്ട് കാണിക്കാൻ നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ കുറെ ബോട്ട്സ് ഉണ്ട്, അത് കാണിക്കാൻ വന്നിട്ട് അവസാനം ലൈറ്റ് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാം, ലൈറ്റ് ഉള്ളിടത്ത് പോയിട്ട് ഒന്നുകൂടെ ടേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ, ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണം. മതിയോ? യവള ഞാൻ എന്തോ ചെയ്യണം? ഈ വെള്ളത്തിലെടുത്തിട്ട് ഈ വെള്ളം വരെ അശുദ്ധിയായി പോവും. അതുകൊണ്ടല്ലേ ഞാൻ ഖത്തറിൽ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരാത്തത്. എനിക്ക് അശുദ്ധിയാക്കാൻ താല്പര്യം. എപ്പോഴാ പോണേ? നാളെയാണോ? ഇന്ന് പോണോ? ഇന്ന് ടിക്കറ്റ് എടുത്താ പോയി തരും. ഖത്തറിൽ വീസ് എടുത്ത് തരണം. നമുക്ക് കുറച്ച് ബോട്ടൊക്കെ കാണാം. ഞാൻ ദുബായിൽ ഒന്നുണ്ടാ ഫ്ലൈ ദുബായ് എടുത്തത്, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഖത്തർ. ഓ നല്ല ചാലി കിട്ടത്തില്ല, ലൈറ്റ് ശരിയല്ലേ? നമുക്ക് ഇതുകൊണ്ട് ഇതുണ്ടോ ഇവിടെ മുഴുവനും ബോട്ടാടാ. ഇത് ബോട്ടെന്ന് പറഞ്ഞ ഇവരുടെ തലക്കടിക്കും. ഇത് പിന്നെ എന്താ പറയാ? ഇതിന് ഫെറീസ്, യോട്ട് എന്ന് പറയോ? ഇത് ആദ്യം എന്താന്നുള്ളത് പഠിച്ചിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു വിവരണം ഈ വ്ളോഗിൽ കൊടുക്കാം, അതാണ് നമുക്ക് നല്ലത്. നമ്മള് രണ്ടുപേരും മുഖം കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഒരാളവിടെ യൂട്യൂബിലാണ്, ഞാനിവിടെ. ബാ നമുക്ക് ഈ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി കാണാം. ഏതാ ഫിൽറ്റർ കുട്ടി? ഫിൽറ്റർ ഇല്ല. ദിസ് ഇസ് 15 Pro. അങ്ങനെ നൈസായിട്ട് ഉണ്ടെങ്കിൽ ഫോൺ ഏതൊന്നാലും അറിയിച്ച്. വീണ്ടും വെളിച്ചുള്ള സ്ഥലത്തെത്തിയപ്പം ക്യാമറ ഓണാക്കി. അല്ല, ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു കപ്പൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. കുറച്ച് നടന്നുള്ളൂ. ഏതൊക്കെ സിനിമയില് കണ്ട കപ്പല് കിട്ടാ? അതെ അതെ, നമ്മളാ മമ്മൂക്കാന്റെ പത്തേമേരിയില് ഉള്ള ഒരു കപ്പലാണ് കൊണ്ടുപോയെന്ന് തോന്നുന്നത്. ആ കപ്പല് ആ ഷൂട്ടിന് ശേഷം ഇവിടെ ഷാർജക്കാർക്ക് വിട്ടുകൊടുത്താണ്. ആ കപ്പലാണ് ഇവിടെ ഉള്ളത്. 5 രൂപ 10 രൂപ വാങ്ങിച്ചത്. ഒരു കോടി മൊത്തം മറ്റേ പലക ഇട്ടത്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു കപ്പല് ഇതിനകത്തൊന്നും ഓടിക്കലൊന്നുമില്ല. ഇതിവിടെ വെറുതെ ഓടി നിന്നെ കൊല്ലും. അല്ല, ഇതെങ്ങനെ ഓടോ ഹബീബി? നമ്മളിങ്ങനെ അതായത് നമ്മൾ കാണുന്നതാണല്ലോ നമ്മൾ പറയുന്നത്, കാണുന്നതും മനസ്സിലാക്കുന്നതും. എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാലോ, എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ കാണാൻ വേണ്ടിട്ട് വെറുതെ ഷോക്കേസ് ചെയ്ത് ഒരു കപ്പിളിന്റെ മിനിയേച്ചർ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലേടെ കുട്ട? അങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് സർവീസിനുള്ളതല്ല. രണ്ടാമത്തത് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പുറത്തിരിപ്പുടിന്റെ കുട്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെ, ഇതിങ്ങനെ മാക്സിമം നല്ല പോളിഷ് ചെയ്ത് വച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് സർവീസ് പോവാറില്ല. അപ്പൊ ഇനി അങ്ങോട്ട് കടലില്ല? മെയിൻ ഇത് കടലല്ല, ഇത് കടലാന്നും പറഞ്ഞിട്ട് ഒരുത്തി ഇവിടെ നിക്കാൻ തുടങ്ങണേ. ഇത് കടലെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് വെള്ളം മാത്രം നിറച്ച് വെച്ചേക്കുന്ന ഈ വെള്ളം കടലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതൊരു നമ്മള് പൊഴിയെന്നൊക്കെ പറയില്ലേ, അതായത് ഇത് വെട്ടി മുറിച്ച് കടൽ വെള്ളം ഇങ്ങോട്ട് ഇതാക്കിയിട്ട് റിസർവ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, നമ്മൾ ഈ ക്രീക്ക് സൈഡ് ഒക്കെ പറയാറില്ലേ, അതുപോലെ കടലിലെ വെള്ളം തന്നെയാ. പക്ഷെ ഇതൊക്കെ ഒന്നും പുറത്തു പോണ്ടേ? ഇതൊക്കെ സംഭവം ഇവൾക്ക് എനിക്കൊരു കുന്തും അറിയാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇവള് അംഗീകരിക്കുന്നു, അവള് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഈ വള്ളം ഏത് വഴിയാ പോകുന്നത്? അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ഫ്ലൈറ്റ് പരിപാടിക്കുന്നതൊക്കെ കൊണ്ട് അപ്പൊ ഇവള് പറയുന്നത് ഇവള് ഖത്തറിൽ പോയപ്പോ ഇവള് എന്നെ കൊറേ ഇതുപോലെയൊക്കെ പഠിപ്പിച്ച് പറഞ്ഞൊക്കെ തന്നു. അതൊക്കെ ഞാൻ അംഗീകരിച്ചതുപോലെ ഞാൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഇവള് അംഗീകരിക്കണം. ഞാൻ അംഗീകരിക്കൂല. ഇതിലെന്തോ കുറുക്കുവഴി ഉണ്ട്. അല്ല, എനിക്ക് കുറച്ചുകൂടെ ഇവളെ പഠിപ്പിക്കാനുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ട് വരാം. അയ്യോ, കുറച്ചുകൂടെ കാണിക്കാനുണ്ട്. ഞാൻ ഇതൊന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ. കപ്പല് കണ്ടിട്ടില്ല, വള്ളം കപ്പല് മയത്ത് എന്താന്നറിയോ? പറഞ്ഞേരാ ഈ കപ്പലിൽ വെച്ച് മയ്യത്തെടുത്ത കാര്യമാണ്. നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണേ, അത് തന്നെയാണ് കപ്പൽ മയത്ത്. അതെ അതെ ഗൈസ്, ഞങ്ങള് നമ്മള് കപ്പലിൽ കയറി വീട്ടിലെത്തി. അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് നിനക്കല്ല ഐഡിയ ഉണ്ടോ? ഓർമ്മയില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങള് കറക്റ്റ് റൂമിലെത്തിയപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഈ വരുന്ന മറന്നല്ലോ എന്ന്. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. പക്ഷെ സമയത്ത് നമ്മള് കുറെ സംസാരിച്ചായിരുന്നില്ലേ. പക്ഷെ ക്യാമറ ഫ്രണ്ടിലുള്ള ഇല്ലാന്നുള്ള കാര്യം പിന്നെയാണ് നമ്മൾ ആലോചിച്ചത്. സത്യം, ഇവൾക്ക് ഞാൻ ആ കപ്പല് മയത്ത് കാണിക്കാൻ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവസാനം നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാണ് ഇങ്ങനെ റൂമിൽ
നല്ലൊരു ക്യൂട്ട് റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. റൂം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ നല്ല മെസ്സായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പിന്നെ പിസ്സ ഹട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ ഒരു പില്ലോ വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്റെ അല്ലല്ല ഇത് ഞാൻ ചുമ്മാ എടുത്തോണ്ട് ഒരു ഡ്രസ് വെച്ച് കൊണ്ടുവന്നതാണ്. ഒരു മാസ്റ്റർ പീസ് കോഫി ഒക്കെ ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ക്ലാസ് ആണ്. അതിന്റെ ബാക്കി പോലും അവള് കുടിച്ചിട്ടില്ല. മൊത്തം എന്നെ കൊണ്ട് കുടിപ്പിച്ചില്ല. ഇത് എന്റെ ക്ലാസ് ആണ്. ഇവിടെ ക്ലാസ് ഇവള് വാഷ്റൂമിൽ കൊണ്ടുപോയത് ഞാൻ കണ്ടു. പിന്നെ ആ ക്ലാസ് വാഷ്റൂമിൽ തിരിച്ചു വന്നിട്ടില്ല. ഇല്ല, ഞാൻ മൊത്തം കുടിച്ച്. എന്റെ വാഷ്റൂമിൽ കഴുകാൻ കൊണ്ടുപോയത് എനിക്ക് സന്തോഷം ഞാൻ വിശ്വസിച്ച്. അപ്പം അത് തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസേജ് ഉണ്ട്. ഇവിടെ വാഷ്റൂം ഞാൻ കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കുളിച്ചു നനച്ച് മെസ്സാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡും പിന്നെ ഇവിടെ ഒരു ടീ കോഫി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടടാ. അതെന്താ വെച്ച് കഴിഞ്ഞാല് അതെ ഇവിടെ ഇത്രയും വലിയൊരു മിററുണ്ട്. അത് ഇവിടെ കൊണ്ടിട്ടില്ലേ ഈ സാധനം വെച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ ഇവിടെ നമ്മള് ഫുള്ള് നമ്മളെ കാണണ്ടേ? അവിടെ കാണാം. കണ്ടില്ല പൊണ്ണിന്റെ കാര്യം അതല്ല ഞാൻ പറയുന്നത്, മനസ്സിലായോ? ഈ ഒരു മിറർ നമ്മള് ഫുള്ള് കിട്ടണ്ടേ? അതിവിടെ വെച്ചപ്പോ നമ്മള് ഫുള്ള് കിട്ടുന്നില്ല. അത് വലിയ മിററാ, ഫുൾ മിററാണ്. കണ്ടോ ഏതറ്റം വരെ ഉണ്ട് എന്നുള്ളേ. അപ്പം അതെടുത്ത് മാറ്റാൻ പറ്റോ? അത്ര നീക്കിയതല്ലേ. പ്രശ്നം തീർന്നു. അനങ്ങുന്നില്ല എന്റെ പൊന്നെ. ബാഹുബലി നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മള് മാറ്റുന്നില്ല. അതെ. പിന്നെ കോഫിക്ക് ഉണ്ടാക്കിയിടേണ്ട സാധനമൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബാൽക്കണി ഒന്നുമില്ല. ഇവിടെ ഒരു ഷെയ്ഡ്സ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇപ്പൊ എന്താ കാണുന്നത് എനിക്ക് മറന്നുപോയി കേട്ടോ. വൈകുന്നേരം ഇറങ്ങിയതാ പക്ഷെ മറന്നുപോയി. ഇവിടെ തൽക്കാലം ഒന്നും കാണില്ല, ഞങ്ങളെ തന്നെ കാണുന്നുള്ളൂ. അതും പൊക്കാൻ പറ്റൂലേ? ഇത് രാവിലെ സത്യം ഇരുന്ന് കൊറേ നേരമായിട്ട് ഇങ്ങനെ പോരട്ടെ ഇങ്ങനെ പോരട്ടെ. നിന്നെ ഇവിടെ എല്ലാവരും ഗ്ലാസ് ഇല്ല അതാ നോക്ക്. ഇതിന്റെ നിറച്ച് നല്ലോണം കാണാം. നീ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ നീയോ? ഞാൻ സൈഡിലുണ്ട്. നമ്മൾ 3 പേർ. രണ്ടാമത്തെ ആളാരാ? അതല്ലേ നേരെ നോക്ക്, നമ്മള് 3ആയിട്ട് തോന്നില്ല. എനിക്ക് പേടിയാവുന്നു. താഴ്ത്തിക്ക് സത്യം പേടിയാവും. നീ കൊച്ചി പോടന്ന് എവളെ കൂടെ ഈ രാത്രി കഴിയുന്ന കാര്യം ഒന്ന് ആലോചിക്കിട്ട്. എന്റെ വീട് തൊട്ടപ്പുറത്താ. ഈ ഒരു ഹോട്ടലിന്റെ 3ാമത്തെ ഫ്ലാറ്റ് ആണ് കേട്ടോ എന്റേത്. ഞാൻ പൊയ്ക്കളയും. അവക്ക് ഒറ്റ കിടക്കാൻ പേടിയെന്ന് പറഞ്ഞ് കുറ്റിയും പറിച്ചിട്ട് ഞാൻ വന്നതാണ്. ഇപ്പൊ കത്രി പോലെ നല്ലോണം ഉറങ്ങാൻ പറ്റൂ. സീരിയസ്ലി ഞാൻ അവിടെ ഇങ്ങനെ ഉറങ്ങിയാ എന്തോ പഠിച്ചാല് മുണ്ടുകൂടും തുറന്നു നോക്കും. ആരെങ്കിലും ഇത് ഇവള് കഴിഞ്ഞ ദിവസം ഷാർജയിലൊരു ഹോട്ടല് ഷെറാട്ടണിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ ഇനിയിപ്പോ പറയുന്നേ അവിടെ ഖത്തറിൽ പോലും ലൈറ്റ് ഇട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഉറങ്ങുക. കണ്ടോ നിന്നെ ലൈറ്റ് ഓഫ് ആക്കി ഞാൻ ഉറക്കത്തരാം. അപ്പൊ ഞങ്ങള് പോയിട്ട് ഉറങ്ങട്ടെ. അവൾ അടുത്ത വ്ളോഗില് ഉടനെ വരും. കാരണം ഇവിടെ കൊണ്ട് നാളെ നമ്മള് ഒരു സ്ഥലത്ത് കറങ്ങാൻ പോകുന്നതാണ്. വലിയ സ്ഥലത്ത്. ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് കണ്ടാലേ മറ്റത് കാണാൻ പറ്റൂ. അതെ, അതിന്റെ കണ്ടിന്യൂ ആണ് അത്. ഇപ്പൊ രാത്രി 1:30 മണിയായി. ഇനി ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ പോക്ക് നടക്കത്തില്ല. ഇവരുടെ ഫ്ലൈറ്റ് ആണ് നാളെ. ഇവിടെ രാവിലെ 5 മണിക്ക് എണീക്കുന്ന കുട്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. മൂത്രമൊഴിക്കാൻ അതിനെങ്കിലും എണീക്കും. അപ്പൊ ശരിയാ ഗൈസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും